ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തൂസ് കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ഗാർലിക് ചിക്കനാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇതിന് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വിനീഗർ 1 ടേബിൾ സ്പൂണും കൂടെ വേണം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഉമ്മ ആഡ് ചെയ്തേക്കുന്നത് ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കി ആഡ് ചെയ്യാം. പിന്നെ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ ചിക്കൻ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗാർലിക്കാണ്. ഇത് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ജിഞ്ചർ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തതാണ്. പിന്നെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യണം. ഇത് നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്. പിന്നെ 1/2 കപ്പ് ഒനിയൻ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് അവസാനം ഗാർണിഷായ കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നേരത്തെ എടുത്ത് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പെപ്പർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഒനിയൻ ലീവ്സ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഉറപ്പായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.